പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവർ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൂതപുത്രന്റെ തിരിച്ചുവരവിലെ മാനസാന്തരത്തിലെ കർത്താവ് വളരെ തന്ത്രപൂർവമായിട്ട്, തന്ത്രപൂർവ്വം എന്ന് പറയാൻ പറ്റത്തില്ല, കർത്താവിൻ്റെ അഭിഷേക വിധി പ്രകാരം അടക്കം ചെയ്തിരിക്കുന്ന ഒരു ദൈവമനസ്സുണ്ട്. എന്താണ്? അവൻ ഇനി തിരിച്ചു പോകത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പാ, അബദ്ധം പറ്റിപ്പോയി അപ്പാ,
ഞാൻ അത്ര അനുഭവിക്കുകയും ചെയ്തു. ഇനി ഞാൻ തിരിച്ചു പോകത്തില്ല അപ്പ എന്ന് പറയും. തിരിച്ചു പോകുന്നത് ബൈബിള് സഹിക്കാനാവാത്ത ഒരു തിന്മയാണ്. അവൻ എല്ലാ സ്വത്തും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനേക്കാളും അത് വേശ്യകളുടെ കൂടെ ചെലവഴിച്ചെന്നല്ലേ പറയണത്. മുത്തമകൻ അങ്ങനെയാണ് പറയണത്, അവൻ ആരോപിക്കണം അങ്ങനെയാണ്. പക്ഷെ അതിനേക്കാൾ അപ്പന് ബുദ്ധിമുട്ടുണ്ടാക്കണത് ഇങ്ങനെ മാനസാന്തരപ്പെട്ട് ഒരിക്കൽ വന്നവർ പിന്നെ വന്നിട്ട് പിന്നെയും പോകും. അവരെക്കുറിച്ച് അപ്പം വൃത്തമൊത്തം പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരിക്കലും, അതുകൊണ്ടാണ് അങ്ങയുടെ ദാസരിൽ ഒരുവനായി ഞാൻ ഇവിടെ എക്കാലം ജീവിച്ചോളാം, ഞാൻ ഇനി പോകത്തില്ലെന്ന് പറയും. കാര്യം അത് ബൈബിളിൻ്റെ ഉള്ളിലുള്ള ഒരു ഭയങ്കര രഹസ്യമായ ഒരു നിഗൂഢമായ ഒരു വെളിപാടാണ്. കാര്യം അത് പത്രോസും പൗലോസും ഈ വിഷയത്തിൽ ഭയങ്കര സീരിയസ് ആണ്. പത്രോസ് എന്താ പറയണെന്ന് വെച്ചാൽ എബ്രായർ 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. അനുതാപത്തിലേക്ക് ആനയിക്കുകയുണ്ട്, പുനരാനയിക്കുകയുണ്ട്. അപ്പോൾ പുനരാനയിക്കുക ബൈബിൾ അംഗീകരിക്കണില്ല. കാര്യം ഒരിക്കൽ അവൻ അനുതാപപ്പെട്ട് തിരിച്ച് പാപം ഉപേക്ഷിച്ച് വന്നാൽ പിന്നെയും പഴയ അഭ്യാസം കാണിച്ചാൽ ബൈബിൾ അതിനെ വിളിക്കണത് പന്നി, പട്ടി എന്നൊക്കെ വിളിക്കണം. അതറിയണമെന്നുണ്ടെങ്കിൽ 10 ദിവസം ലേഖനം വായിച്ചാൽ മതി. 2 ദിവസം 2:20 എടുത്തേ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കാരണം തങ്ങൾക്ക് ലഭിച്ച ശുദ്ധകൽപ്പനയെ കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെ കുറിച്ച് അറിയാതിരിക്കുകയാണ്. നായി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. പന്നി, പട്ടി എന്നൊക്കെ വിളിക്കണം. ഒരിക്കൽ രക്ഷപ്പെട്ട് വിശുദ്ധിയിലേക്ക് വന്നിട്ട് പിന്നെ അവൻ പഴയ അഭ്യാസം കാണിച്ചാൽ അവനെ ദൈവം പന്ന്യൻ തന്നെ വിളിക്കണം. കാര്യം മറ്റവൻ പന്നികളുടെ കൂട്ടത്തിൽ തിന്നാൻ പോയതേ ഉള്ളൂ. ധൂർത്തപുത്രൻ അവൻ തിരിച്ചു വന്നിട്ട് പിന്നെ പോയാൽ പന്നികളുടെ കൂട്ടത്തിലേക്ക് പോവുകയല്ല, അവൻ വേറൊരു പന്നിയായി മാറുകയും. അതാണ് ബൈബിളിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ വീണവർ അതാ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കേണ്ടത് ഓരോ സപ്പോസം പറ. അങ്ങനെ 1 കൊരിന്തോസ് 10:12 ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ ഈ പ്രായം ചെന്നവരൊക്കെ പറയും എന്തോ വേലി ഇറക്ക സമയമെന്നോ. ഞാൻ ഈ പുതുതലമുറയിൽപ്പെട്ട ആയതുകൊണ്ട് എനിക്ക് ഈ വാക്കുകളൊന്നും അറിയത്തില്ല. ആ സമയം ആയതുകൊണ്ട് ഒരുപാട് ബ്ലീഡിങ് ആയിരുന്നു. ഉടനെ തന്നെ ഒരു ഓട്ടോ എടുത്തു. രക്തത്തിൽ കുളിച്ചു കിടന്ന എൻ്റെ അമ്മേനെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോക്കാരൻ ഓട്ടോ പൈസ പോലും വാങ്ങിച്ചില്ല. തൊട്ടടുത്ത് കാർമൽ ഹോസ്പിറ്റലിൽ ഉടനെ എത്തിച്ചു. അത്ര ഭീകരമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ വിവരം അറിഞ്ഞ് ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന അമ്മേനെയാണ് കാണുന്നത്. പക്ഷേ ദൈവമാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഉണ്ടായി എന്ന് പറയാൻ കാരണം വെച്ചാൽ അമ്മയുടെ കോൺഷ്യസ്നെസ്സിന്, അതായത് ബോധാവസ്ഥയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സ്റ്റിച്ചിട്ടു, ഉടനെ തന്നെ ഇത് ബ്ലീഡിങ് സ്റ്റോപ്പായി. എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഈ കോൺഷ്യസ്നെസ്സിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. GCS സ്കെയിലിൽ നിന്നൊന്നും ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു സ്കാൻ പോലും ചെയ്യണ്ട, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ ഞാനപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ദൈവമാതാവ് എന്നെ കണക്ട് ചെയ്ത് തന്നു. ജോമോളുടെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആ ഒരു യോഗ്യതയിലാണ് ഈ ഒരു സർപ്പം വാ പൊളിച്ച് നിന്നപ്പോൾ എൻ്റെ അമ്മയെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ദൈവപിതാവ് സംരക്ഷിച്ചത്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ ഈ മരിയൻ ഉടമ്പടിയുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മുഴുവനുമാണ് ഈ സംരക്ഷണം കിട്ടുന്നത്. അവിടെ വലിയ വലിയ അപകടങ്ങൾ നമ്മളെ പതിയിരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാനം 16:10 തിരുവചനം, അത് നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു വചനമാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് വന്ന ഒരമ്മ എനിക്ക് കൈമാറിപ്പോയ ഒരു സന്ദേശമാണ്. ജ്ഞാനം 16:10 തിരുവചനം ഇതാണ്: അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിനും കഴിഞ്ഞില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. അതിന് കൃപാസനം പറഞ്ഞു തരുന്നൊരു പോംവഴിയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ അതിവേഗം അനുവേദ്യമാകുവാൻ മരിയൻ ഉടമ്പടിയുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റവും വിശ്വസ്തപൂർവ്വം പാലിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടിയിലെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റവും വിശ്വസ്തതാപൂർവം ചെയ്യുവാൻ പ്രത്യേകമായിട്ട് ഈ ലിവിങ് ഒറക്കിൾസ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് അതിനുള്ള അധിക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ പാലിക്കുന്നതിൽ വന്ന പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈശോയെ എത്രയും വേഗം സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് ചിറകുകൾ നൽകപ്പെട്ട് നിൻ്റെ സാക്ഷ്യപീഠത്തിൽ ഉയർത്തപ്പെടുവാൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് അധിക കൃപ ഈ ശുശ്രൂഷയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേ. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് സിജി എന്ന ഒരു അമ്മയുടെ വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണ്. എൻ്റെ പേര് സിജി, ഞാൻ കോട്ടിക്കൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യം ഞാൻ ഈ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയ്ക്ക് എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം കൃപാസനത്തിൽ നടന്നിട്ടുള്ള മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. രണ്ടാമതായിട്ട് ദൈവപിതാവ് ഒരു ക്രൈസിസ് ടൈമിൽ 2 വചനത്തിലൂടെ ഈ മകളെ വഴി നടത്തുന്നുണ്ട്. മൂന്നാമതായിട്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്ന സന്ദേശം കൊടുക്കുക മാത്രമല്ല, ഈ ദുരന്ത മുഖത്ത് നിന്ന് ഉടമ്പടി വഴി ഈ മകളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാക്ഷ്യം കൂടിയാണ് ഈ ഒരു വലിയ ജീവിതാനുഭവം. അപ്പോൾ നമുക്ക് ആദ്യം സാക്ഷ്യം എന്താണെന്ന് ഒന്ന് ശ്രമിക്കാം.
എനിക്ക് സ്വപ്നത്തിൽ കൂടെ കിട്ടിയ ഒരു സൗഖ്യം പറയാനാണ് ഞാൻ വന്നത്. ഈ അമ്മ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. 2021 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈ അമ്മയ്ക്ക് വലിയൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. ഇതാണ് സാക്ഷ്യം ഇങ്ങനെ ആരംഭിക്കുന്നത്. ഈ ഒരു സ്വപ്ന വിവരണത്തോടു കൂടിയിട്ടാണ്. 2021 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നത്തിൽ കൂടെ ഒരു വലിയ കാണുകയാണ്. ഒരു വലിയ ആശുപത്രിയുടെ കൗണ്ടറിൽ ഞാൻ ഇരിക്കുകയാണ്. അവിടെ മൂന്നാമതായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അകത്തിരുന്ന ആ സിസ്റ്റർ എന്നോട് രണ്ടാമത്തെ ആളിനെ നോക്കിയിട്ട് മൂന്നാമത്തെ ആളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക, ഇയാൾക്ക് ബ്രെയിനിന് ക്യാൻസർ ആകുന്നൊരു രോഗം ഉണ്ടായിരുന്നു, പക്ഷേ നിസ്സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ മുമ്പേ പറയാതിരുന്നത്, ഇങ്ങനെ നിനക്കൊരു അസുഖം ഉണ്ടായിരുന്നു എന്ന് പറയാതിരുന്നത്, നിനക്കത് താങ്ങാനുള്ള ശക്തിയില്ല. അമ്മയുടെ സാക്ഷ്യ വിവരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. കാരണം ഒരു നിഷ്കളങ്കയായ ഒരു അമ്മയാണ്. കാരണം ദൈവത്തെ നിങ്ങൾ ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ വായിക്കുന്നത് പോലെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. ഇങ്ങനെ ദൈവത്തെ മുഖാഭിമുഖം കാണാനുള്ള ഒരു നിഷ്കളങ്കതയും ഹൃദയശുദ്ധിയും അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ പറയുന്നത് ഇപ്രകാരമാണ്, കൗണ്ടറിലിരിക്കുന്ന സിസ്റ്റർ, ഇത് നിനക്ക് മുൻകൂട്ടി പറഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. കൂടെ ഒരു വാക്കും കൂടി ഈ സിസ്റ്റർ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതായത് പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചോടെ എന്നോട് പറയുക, ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന തന്നെ കൂടുതലായിരുന്നല്ലോ, ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ, ഇത് വേറെ ലെവലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ ഒരു സ്വപ്ന സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. അതിനു മുമ്പ് എന്താണ് ഈ മകള് മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷം ചെയ്തു പോകുന്നത് എന്നുകൂടി അറിയുന്നത് നല്ലതാണ്. വളരെ കാർക്കശ്യത്തോടു കൂടി, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ദൈവസ്നേഹത്തോടു കൂടിയിട്ടാണ് മരിയൻ ഉടമ്പടി നിബന്ധനകൾ ഈ അമ്മ പാലിച്ചു പോരുന്നത്. അതുകൂടാതെ തന്നെ മത്തായി 5:47 തിരുവചനം അനുസരിച്ചുകൊണ്ട് വിശേഷവിധിയായി ഒരു കാര്യം ഈ അമ്മ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നില്ല, 2021 കാലഘട്ടം എന്ന് പറഞ്ഞ ഒരു കൊറോണ കാലഘട്ടമാണ്. ഈ കൊറോണ കാലഘട്ടത്തിൻ്റെ അനുബന്ധിച്ചാണ് ഈ അമ്മ കൃപാസനത്തുമായി ബന്ധപ്പെട്ട മരിയൻ ഉടമ്പടിയും അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ചു പോരുന്നത് എന്നതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ആയപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ചിന്തയുണ്ടായി. പ്രത്യേകമായിട്ട് വലിയ ആഗോള നിയോഗങ്ങളൊന്നും ഈ അമ്മയുടെ ഈ ഉപവാസത്തിനില്ല. പക്ഷേ വളരെ നിഷ്കളങ്കതയോടുകൂടിയുള്ള ആ അമ്മയുടെ ഉപവാസം ദൈവം സ്വർഗം കണക്കിലെടുക്കുകയായിരുന്നു. ഈ അമ്മ ചെയ്തത് ഇപ്രകാരമാണ്. കാരണം ഞാൻ ആ ഓഗസ്റ്റ് 1 തൊട്ട് 15 വരെ നല്ല ഉപവാസത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചില്ല. അത് തന്നെയല്ല, ഒരു അരയ്ക്കാൻ പോലും ഒരു മിക്സിക്കകത്ത് ഇടാതെ അരകല്ലെ അരച്ചു. 15 ദിവസമല്ലേ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ത്യാഗം എടുത്തു. അതുപോലെ ഒരു നേരം മാത്രം ഇച്ചിരി കഞ്ഞി കുടിച്ച് ബാക്കി മുഴുവൻ നേരവും പ്രാർത്ഥന തന്നെ. ഈ ഒരു ഉപവാസത്തിൻ്റെ അവസാനമാണ് ദൈവപിതാവിൻ്റെ വലിയൊരു സന്ദേശം, സ്വപ്ന സന്ദേശം ഈ മകൾക്ക് ലഭിക്കുന്നത്. അതായത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇതേപോലെ ഒരു സ്വപ്നത്തിലൂടെ ഒരു സിസ്റ്റർ വന്ന് പറയുകയാണ്, നിൻ്റെ ഈ അസുഖം, നിനക്ക് ബ്രെയിൻ ക്യാൻസർ ആയിരുന്നു, പക്ഷേ നീ സുഖപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി വെളുപ്പിനാണ് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകുന്നത്. രാവിലെ ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ ദേവാലയത്തിലേക്ക് പോയി ഒരു 11 മണി മുതൽ എൻ്റെ മൂക്കിൽ നിന്ന് കട്ടയായ ഒരു ദ്രാവകം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതായത് സ്വപ്ന സന്ദേശത്തെ സ്ഥിരീകരിക്കുന്ന ശരീരത്തിലെ അടയാളങ്ങൾ ഈ മകൾക്ക് ലഭിച്ചു. ഇങ്ങനെ തല പെരുക്കുന്ന വേദനയുണ്ട്, കാല് കോച്ചി പിടിക്കുന്ന വേദനയുണ്ട്. ഇതെല്ലാം ഈ ബ്രെയിൻ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസാണ്. ഇതെല്ലാം ഈ അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഈ 11 മണി മുതൽ 3 മണി വരെ തുടർച്ചയായിട്ട് ഈ അമ്മ പറയുന്നുണ്ട്, 3 ടവലിനെ മാറി ഉപയോഗിച്ചിട്ടും ഈ മൂക്കിൽ നിന്ന് ഈ ദ്രാവകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മുറ്റത്തേക്ക് ഇറങ്ങി ഒരു സ്മൂത്തായിട്ടുള്ള ഒരു നൈറ്റി എടുത്ത് ഈ ഒരു ദ്രാവകം ഒപ്പാന്ന് വിചാരിക്കുന്നു. അപ്പോഴൊക്കെ ഈ അമ്മ പറയുന്നുണ്ട്, ഞാനെപ്പോഴും ആ സ്വപ്നം അങ്ങനെ ഓർക്കുന്നില്ല. പിന്നീട് ഈ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തൽ കൊടുക്കും ഈ ഒരു സ്വപ്നത്തെ പറ്റി. ഈ അമ്മ പറയുന്നുണ്ട്, എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞായിരുന്നു, നിനക്ക് ബ്രെയിൻ ക്യാൻസറാണ്, പക്ഷെ നീ സുഖപ്പെട്ടിരിക്കുന്നു. അപ്പം മകൻ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്നത് പോലെ അമ്മ പറയുന്നുണ്ട്. കാരണം
അമ്മ എപ്പോഴും പറയാറുണ്ട് ഈശോയും മാതാവിനെയൊക്കെ കണ്ടു എന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ടും അത്രയേറെ വിശ്വാസത്തിൽ വളർന്നില്ലെങ്കിൽ അവർക്കൊരു സംശയം ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ അമ്മ ഈ കാര്യം പറയുന്നത്. പിറ്റേ ദിവസം വലിയൊരു ദൈവിക ഇടപെടലുണ്ടാവുകയാണ്. കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ 11 മണി മുതൽ 3 മണി വരെ ഇങ്ങനെ ശക്തമായിട്ടുള്ള ഈ നൊമ്പരങ്ങളുടെ, ശാരീരിക നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ ഈശോയോട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത് കൂട്ട് പണിയാണോ അതായിരുന്നു, ഞാൻ എന്തേലും പ്രാർത്ഥിച്ചതായിരുന്നു, ഇനി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുമൊന്നുമില്ല, ഈ പ്രാർത്ഥിച്ചാൽ എനിക്ക് പേര് നിൽക്കാൻ പോലും പറ്റുമല്ലോ, ഇത് എന്നാ വലിയ രോഗമാണ് അന്നേ, ഞാൻ മടുത്തല്ലോ, ഇത് എന്നതായിരുന്നു ഈ തലയ്ക്കകത്ത് ഇത്ര ഇരുന്ന് പൊട്ടിപ്പോകാൻ, ഇതിന് മാത്രം സാധനം എന്നാ ഇരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു ഈ പരാതി പറഞ്ഞ് ഈശോയോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്, ഞാൻ ഈശോയും മാതാവിനെയും കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത് കൂട്ടാണോ കാണിച്ചു തരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചേ. കാരണം ഈ മകൾക്ക്, മരിയൻ ഉടമ്പടി എടുത്ത ഈ മകൾക്ക് ദൈവവുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. പിറ്റേ ദിവസം പറയുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്നെ ഒരു മാറ്റം എന്ന് ഒന്നും കാണുന്നില്ല. പക്ഷേ എന്നോട് ചോദിക്കുവാണ്, ഇന്നലെ വലിയ പരാതിയായിരുന്നല്ലോ, നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോയെ പറയാനില്ല, അതുപോലെ ഒരു ശാന്തമായിട്ട് എന്നോട്, ഇന്നലെ വലിയ പരാതിയായിരുന്നല്ലോ, തലയ്ക്കകത്ത് എന്നാ ഇത്ര കിടന്നേ, എന്നാ ഇത്ര പൊട്ടിപ്പോകാൻ എന്നൊക്കെ ചോദിച്ചല്ലോ, ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഉണ്ടായിരുന്നോ എന്ന് ഞാനൊരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു. കാരണം അന്നേരം എനിക്ക് ക്ലിക്കാകുന്നത്, കാരണം എനിക്കത് മനസ്സിലായില്ലായിരുന്നു. അത് പിറ്റേ ദിവസം വന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു, കാര്യവും പറഞ്ഞു തന്നേച്ചിട്ട് ആ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ മകള് ഞെട്ടുകയാണ്. കാരണം ശരിയാണ്, ഇന്നലെ ഞാൻ അനുഭവിച്ചു കൂട്ടിയ ഒരു ശാരീരിക അവശതകളും എനിക്കില്ല. ഒപ്പം തന്നെ ഈശോ ഒരു റിമൈൻഡർ കൊടുക്കും, നീ നിൻ്റെ കാലൊന്ന് നോക്കിക്കേ, ആ കോച്ചി പിടിക്കുന്ന ഒരവസ്ഥ അതുണ്ടോ എന്ന് നോക്കിക്കേ. അപ്പോൾ ഈ മകള് നോക്കുമ്പോൾ ആ ഒരവസ്ഥയും ഇല്ല. കാരണം സമ്പൂർണ്ണ സൗഖ്യമാണ് ഈ മരിയൻ ഉടമ്പടിയിലെ ദുരന്ത മെസ്സേജ് കൊടുത്തിട്ട് ഈ അമ്മയ്ക്ക് ദൈവപിതാവ് സ്വർഗം അനുവദിച്ചു നൽകുന്നു. വലിയൊരു സാക്ഷ്യമാണിത്. കാരണം ഇത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കേണ്ട ഈ ദുരന്ത മുഖത്തെ മാതാവ് പുഷ്പം പോലെയാണ് അത് കൈകാര്യം ചെയ്ത് ഈ അമ്മയുടെ ഒരൊറ്റ മരിയൻ ഉടമ്പടിയും ഉപവാസവും വഴി ഈ ഒരു സാക്ഷ്യത്തിലേക്ക് ഈ അമ്മയെ ആനയിക്കുന്നത്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലോട്ട് പോയി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നവംബർ 21 എൻ്റെ കോൺസക്രേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ എന്നോട് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കളോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നവംബർ 2025 എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൈവിക ഇടപെടലായിരിക്കും. കാരണം എൻ്റെ ലൈഫിനെ മുൻനിർത്തി ഒരുപാട് പേർക്ക് ഒരുപാട് ചോദ്യചിഹ്നങ്ങളുണ്ട്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സന്യാസ സമൂഹം ഇവിടെ ഇല്ലാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും ജനത്തിന്, ഏറെ പ്രത്യേകമായിട്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഇത്രയും നാൾ ഇവിടെ നിലനിന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയിട്ടാണ് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്. കാരണം ദൈവപിതാവ് എന്നെ അഷ്വർ ചെയ്തിരുന്നു എപ്പോഴും, 2025 ജോമോള് നോട്ട് ചെയ്തോ, അതൊരു പ്രത്യേക വർഷമായിരിക്കും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ അമ്മയുടെ സാക്ഷ്യത്തെ മുൻനിർത്തി ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം തന്നിരുന്നു. അതായത് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ഈ അമ്മ നീണ്ട 15 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് 15-ാം ദിവസം, അതായത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ ദിവസം, ഇങ്ങനെ ഒരു സ്വർഗത്തിൻ്റെ സന്ദേശം ഈ അമ്മയ്ക്ക് ലഭിക്കുന്നു. ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഒക്ടോബർ മാസം മുഴുവനും ഇതേപോലെ ഉപവസിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ളൊരു പ്രത്യേക സന്ദേശം എനിക്ക് ലഭിച്ചിരുന്നു. ഇങ്ങനെ ഉള്ള ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലൂർദ് സന്ദർശനവും നടത്തിയത്. ലൂർദ് സന്ദർശനം മാത്രമല്ല, അവിടെ മരിയൻ ഉടമ്പടി ധ്യാനവും ഒക്കെ നടത്തി, ഒപ്പം തന്നെ റോമിലും നടത്തി തിരിച്ചു വരുന്നത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇതേപോലെ റോമിലെ ധ്യാനവും കഴിഞ്ഞ് തിരിച്ചു വന്ന ദിവസം, അതായത് ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു. അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആധ്യാത്മിക അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് ഇപ്രകാരമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ പറയുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ അലൗകിക സുഗന്ധം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ഈ കൈകളിൽ എനിക്ക് ബോധ്യപ്പെട്ടു, അനുഭവപ്പെട്ടു. ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
വിശുദ്ധ കുർബാന സ്വീകരണ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഈ വലിയൊരു അലൗകിക സുഗന്ധം ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ മുറി കയറിയപ്പോൾ അച്ഛനിത് നോട്ട് ചെയ്തു, വല്ലാത്ത സുഗന്ധം വരുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛനും ഇതേപോലെ എൻ്റെ കൈയെടുത്ത് ഇങ്ങനെ സ്മെൽ ചെയ്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാനും ഇതേപോലെ ലൂർദിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത സുഗന്ധം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയോളം എൻ്റെ ഉപവാസം നീണ്ടു നിന്നിരുന്നു. അപ്പോൾ ദൈവപിതാവ് എനിക്കൊരു സന്ദേശം നൽകി: പരിശുദ്ധ അമ്മ ദൈവമാതാവ് നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ എല്ലാ വിഷയങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഞാനിത് കൂട്ടി പറയാൻ കാരണം, എൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇത് കൂട്ടി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ദിവസങ്ങളിലാണ് അഭിമന്യ പിതാവ് എൻ്റെ കത്ത് ന്യൂൻഷിയേച്ചറിലോട്ട് വിടുന്നതും നവംബർ 7 എനിക്ക് ഔദ്യോഗികമായിട്ട് അപ്പോസ്തോലിക് ന്യൂൻഷിയേച്ചറിൽ നിന്ന്, അതായത് ഡൽഹിയിൽ നിന്ന് എൻ്റെ ഈ ഒരു സമർപ്പണ സംബന്ധമായിട്ട് നവംബർ 7 എനിക്കതിൻ്റെ കത്ത് ലഭിക്കുന്നത്. അഭിമന്യ ആലപ്പുഴ രൂപതീശനെ വിളിച്ചു പറയുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ ദൈവമാതാവ് എന്നെ ഒരുക്കുകയായിരുന്നു വലിയൊരു സാക്ഷ്യത്തിനായി. ഇങ്ങനെ ഉപവാസത്തിൻ്റെ അനേകം ദൈവാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ, അതായത് എൻ്റെ അമ്മ ഒരിക്കലും ഭക്ഷണം കഴിച്ചിരുന്നില്ല.